ഹായ് വെൽക്കം ബാക്ക് ടു റൂട്ട്സ് ആൻഡ് റൂട്ട്സ് OC വ്ളോഗ്സ്. അന്ന് നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ നമുക്ക് തിങ്കളാഴ്ച 11 മണിയൊക്കെ ആയപ്പോൾ നമുക്ക് കല്ലിൻ്റെ ഡെലിവറി വന്നു കേട്ടോ. നമുക്ക് ബ്രിക്സ് വന്നത് ആക്ച്വലി ഗിംബിയിൽ നിന്നായിരുന്നു. ഇവിടുന്ന് ഒരു നിയർലി 120 കിലോമീറ്റേഴ്സ് ഉണ്ട് ഗിംബിയിലേക്ക്. അവിടുന്ന് അവർക്ക് അപ്പോൾ 2-3 ഡെസ്റ്റിനേഷൻസിലേക്ക് ഡെലിവറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ആയിരുന്നു. അവരപ്പോൾ അവിടെ കൊണ്ടുവന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നൊരു 100 മീറ്റേഴ്സ് അകലെയുള്ള ഒരു റൗണ്ട് അബൌട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ഫോർക്ക് ലിഫ്റ്റ് വഴിയാണ് നമ്മുടെ വീട്ടിലേക്ക് അവർ എത്തിച്ചത്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഹലോ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഒത്തിരി വ്യൂസും അതോടൊപ്പം തന്നെ നമുക്ക് കമൻറ്റുകളും ഒക്കെ ലഭിച്ചു. അപ്പം ഫസ്റ്റ് വീഡിയോയിൽ നമുക്ക് ലഭിച്ച മെയിനായിട്ടുള്ളൊരു കമൻറ്റ് എന്ന് പറയുവാണെങ്കിൽ ഈ സൗണ്ടിൻ്റെ പ്രോബ്ലം ആയിരുന്നു. കാരണം നമുക്ക് ഫസ്റ്റ് വീഡിയോ എടുത്ത സമയത്ത് നമുക്ക് മൈക്കും കാര്യങ്ങളും ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്കും ആ സമയത്ത് അങ്ങനെ തോന്നിയായിരുന്നു. കാരണം ഈ നമുക്കിവിടെ ഒത്തിരി കിളികളും അതോടൊപ്പം തന്നെ പുറത്ത് ഒത്തിരി സൗണ്ടും ഒക്കെ വരുന്നതുകൊണ്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ക്ലാരിറ്റി നമുക്ക് ഭയങ്കര കുറവായിട്ട് തോന്നുമായിരുന്നു. അപ്പം നമ്മൾ ഓൾറെഡി മൈക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നെക്സ്റ്റ് വീക്ക് അത് നമുക്ക് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങളുടെ കമൻറ്റുകളും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈക്കും ഒക്കെ ഞങ്ങൾക്ക് കൂടുതൽ എന്താ പറയുക, ഒരുതരം പ്രചോദനമാണ് ലഭിക്കുന്നത്. വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല നല്ല രീതിയിൽ നമ്മുടെ വ്ളോഗ്സ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഗാർഡൻ ബെഡിൻ്റെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ കടന്നേക്കുവാണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങൾ ഡിജോ നിങ്ങൾക്ക് പറഞ്ഞു. നമുക്ക് ബ്രിക്സ് വന്നപ്പോഴത്തേക്ക് ഫസ്റ്റിലെ നമുക്ക് ഫുള്ള് അകത്തേക്ക് വെക്കാനായിരുന്നു നമ്മുടെ പ്ലാന്. അതിന് പ്രകാരം ഫോർക്ക് ലിഫ്റ്റ് വഴി അകത്ത് ഫസ്റ്റ് പാലറ്റ് എത്തിച്ചപ്പോൾ തന്നെ നമുക്ക് വണ്ടി ഇവിടെ ചെറുതായിട്ടും താന്നു കാരണം പിന്നെ നമുക്ക് ഇവിടെ വെക്കാൻ പറ്റില്ല. നമ്മൾ അത് കാരണം ബാക്കിയുള്ള എല്ലാ ബ്രിക്സും നമ്മുടെ എൻട്രൻസിൽ തന്നെ ആണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ടൂൾസ് ബാക്കിയുള്ളതെല്ലാം നമ്മളിവിടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഫുൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ആക്ച്വലി ക്യാപ്പാണ്. അതിനകത്ത് നമുക്ക് കോർണർ ബ്ലോക്സും നോർമൽ നമുക്കുള്ള ബ്രിക്സും വന്നിട്ടുണ്ട്. അവർ മിക്സ് ചെയ്താണ് വന്നേക്കുന്നത്. ഇത് അതിൻ്റെ ക്യാപ്സാണ് വരുന്നത്. ഇതാ കേട്ടോ നമ്മുടെ ഷൈജു. കഴിഞ്ഞ വീഡിയോകളിൽ ഞാൻ കുറേ സ്ഥലത്ത് ഷൈജുവിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എന്നോട് ചോദിച്ചു ആരാണ് ഷൈജു, ആരാണ് ഷൈജു. ഇതാണ് നമ്മുടെ ഷൈജു ആണ് നമ്മുടെ ഈ ഗാർഡൻ ബെഡിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ആൾ. ഇത് ഷൈജു റീസെൻ്റ്ലി വാങ്ങിയ വണ്ടിയാണ് കേട്ടോ. ഞാനും ഷായിച്ചേട്ടനും എബിനും എല്ലാവരും കൂടെ ബ്രിസ്ബെയിനിൽ നിന്നായി വണ്ടി വാങ്ങിയത്. നമ്മൾ ആക്ച്വലി ഇന്ന് ചെയ്തേക്കുന്ന വർക്കാണ് കേട്ടോ ഇത്. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന കല്ല് അപ്പെക് മെഷീനറിയുടെ അവരുടെ കമ്പനിയുടെ കല്ലാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ കല്ലിൻ്റെ പേര് വന്നത് ട്രേഡ് സ്റ്റോൺ വാൾ യൂണിറ്റ് ചാർക്കോൾ കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നല്ല ക്വാളിറ്റിയുള്ള കല്ല. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ സെയിം കല്ല് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഗാർഡൻ ബെഡൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരുടെ ഫിനിഷിങ് സ്റ്റേജ് വരുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കും. കാരണം കല്ലിൻ്റെ ഔട്ടർ പാർട്ട് വരുന്നത് ജസ്റ്റ് അൺഈവൻ സർഫസ് ആയിരിക്കും. ഒരു കല്ലിന് മുമ്പോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അടുത്ത കല്ലിന് അകത്തോട്ടും ആ ഒരു രീതിയിൽ പാറ്റേൺ അവർ ഫോളോ ചെയ്യുന്നത്. പിന്നെ കല്ലിൻ്റെ മെഷർമെൻ്റ് ആണെങ്കിൽ 400x245x200 mm കല്ല. ഇത് അത്യാവശ്യം നല്ലൊരു കല്ല്. നമ്മുടെ നാട്ടിലൊക്കെ ഹോളോ ബ്രിക്സിനേലും ഇച്ചിരി കൂടെ മുഴുപ്പുണ്ട്. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ഇൻ്റർലോക്കിംഗ് സിസ്റ്റം ഇതിനകത്ത് വരുന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു നല്ലൊരു വശം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങളെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ഗാർഡൻ ബെഡിൻ്റെ പുരോഗമനങ്ങളും അതോടൊപ്പം തന്നെ ഓരോന്നും നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ.